വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോ റോൾ തയ്യാറാക്കുന്നതിനായിട്ട് 1/2 കിലോ അളവിൽ ഞാൻ ഉരുളക്കിഴങ്ങെടുത്ത് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില എടുക്കുന്നുണ്ട്. 2-3 നമുക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3 ബ്രെഡാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ കുഴച്ച് നമ്മുടെ മസാലകളെല്ലാം ഉരുളക്കിഴങ്ങുമായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമുക്കിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ, ഞാനിവിടെ റോളായിട്ടാണ് എടുക്കുന്നത്, അതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൈസൊക്കെ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് എല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മിക്സും ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു ബൗളെടുത്ത് നമ്മളതിലേക്ക് 2 കോഴിമുട്ടയാണ് അത് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ബ്രെഡ് പൊടി വേണം. നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് എടുക്കാം. അത് നമുക്ക് ഓരോന്നെടുത്ത് നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. നമ്മളതുപോലെ എല്ലാം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മളിതുപോലെ ബ്രെഡ് പൊടിയിൽ മുക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. എല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ, ഞാൻ എല്ലാ റോളിലും ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്, ഓരോന്നോരോന്നായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാത്തിലും ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിൽ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ചേർത്താൽ മതി കേട്ടോ, ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വശം ഫ്രൈ ആകുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റോള് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. താങ്ക് യു.